നമസ്തേ, ഞാൻ രജുമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായി അയാം കലാം കെ ബഹാനെ എന്ന പാഠവുമായി ബന്ധപ്പെട്ടുള്ളതായ 6 വർക്ക്ഷീറ്റുകൾ പരിചയപ്പെട്ടിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ 7 മുതൽ 10 വരെയുള്ളതായ വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുന്നത്. 7ാമത്തെ ഈ വർക്ക്ഷീറ്റിൽ ആകെ 11 ചോദ്യങ്ങളാണുള്ളത്. 1ാമത്തെ ചോദ്യം, രാജ്മ ചാവൽ കിസ്കോ ബഹുത് പസന്ത് ഥാ? രാജ്മ ചാവൽ എന്ന ആഹാരം ആർക്കായിരുന്നു വളരെ ഇഷ്ടമായിരുന്നത്? ഉത്തരം, രാജ്മ ചാവൽ മോർപാൽ കോ ബഹുത് പസന്ത് ഥാ. രാജ്മ ചാവൽ മോർപാലിനായിരുന്നു വളരെ ഇഷ്ടമായിരുന്നത്. 2ാമത്തെ ചോദ്യം, സ്കൂൾ ജാനെ മേ മിഹിർ ഓർ മോർപാൽ മേ ക്യാ ഫറക് ഹോത്താ ഹൈ? സ്കൂളിൽ പോകുന്നതിൽ മിഹിറും മോർപാലും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്? ഉത്തരം, ലേഖക് യാ മിഹിർ കോ സ്കൂൾ ജാന പസന്ദ് നഹീ ഥാ. ലേഖകന് അല്ലെങ്കിൽ മിഹിറിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നില്ല. ലേക്കിൻ മോർപാൽ കോ സ്കൂൾ ജാന ബഹുത് പസന്ദ് ഥാ. എന്നാൽ മോർപാലിന് സ്കൂളിൽ പോകാൻ വളരെ ഇഷ്ടമായിരുന്നു. 3ാമത്തെ ചോദ്യം, അധൂര ഗാനമേ വിശേഷൺ ശബ്ദ കോൻ സി ഹൈ? അധൂര ഗാന എന്നുള്ളതിൽ വിശേഷണ പദം ഏതാണ്? ഉത്തരം, അധൂര. 4ാമത്തെ ചോദ്യം, ഉസേ മേ നിഹിത് സർവനാം ഓർ പ്രത്യയ അലഗ് കർക്കെ ലിഖേ? ഉസേ എന്നുള്ളതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സർവനാമവും പ്രത്യയവും വേർതിരിച്ച് എഴുതുക. ഉത്തരം, വ പ്ലസ് കോ, ഉസ്കോ യാ ഉസേ. വ പ്ലസ് കോ എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉസ്കോ എന്നും ഉസേ എന്നും എഴുതാം. വ സർവനാം, കോ പ്രത്യയം. ചോദ്യം 5, ലൂസി മാഡം കോൻ ഹെ? ഉത്തരം, ലൂസി മാഡം വിദേശി ടൂറിസ്റ്റ് ഹെ. ലൂസി മാഡം വിദേശി ടൂറിസ്റ്റ് ആണ്. 6ാമത്തെ ചോദ്യം, കോൻ ഛാഷ് ലാത്താ ഥാ? ആരായിരുന്നു മോര് കൊണ്ടുവന്നിരുന്നത്? ഉത്തരം, മോർപാൽ ഛാഷ് ലാത്താ ഥാ. മോർപാൽ ആയിരുന്നു മോര് കൊണ്ടുവന്നിരുന്നത്. 7ാമത്തെ ചോദ്യം, छोटू ने रणविजय की दोस्ती के बारे में राणा के കാര്യന്തോं से नहीं बताया क्यों? छोटू रणविजയുമായിട്ടുള്ള സൗഹൃദത്തെ സംബന്ധിച്ച് റാണയുടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞില്ല. കാരണം എന്താണ്? ഉത്തരം, छोटू से रणविजय की दोस्ती के कारण रणविजय को दंड मिलेगा. इसी डर के कारण छोटू ने रणविजय की दोस्ती के बारे में राणा के കാര്യന്തോं से नहीं बताया. छोटूവിനോട് रणविजയുമായിട്ടുള്ള സൗഹൃദം കാരണം रणविजयന് ശിക്ഷ കിട്ടും എന്നുള്ള പേടി കൊണ്ടാണ് छोटू रणविजयന്റെ ആ സൗഹൃദത്തെ സംബന്ധിച്ച് റാണയുടെ ഉദ്യോഗസ്ഥരോട് പറയാതിരുന്നത്. छोटू रणविजय की दोस्ती छूटना नहीं चाहता. ഇത് മാത്രമല്ല, रणविजയുമായിട്ടുള്ള സൗഹൃദം ഉപേക്ഷിക്കാനും തയ്യാറായിരുന്നില്ല. 8ാമത്തെ ചോദ്യം, നമൂനയ്ക്ക് അനുസാർ വാക്യ കാ പുനർലേഖൻ കരീം? മോഡൽ അനുസരിച്ച് വാക്യത്തെ മാറ്റി എഴുതുക. വ പാഠ് പഠ്താ ഹെ, വ പാഠ് പഠേഗാ. അതുപോലെ ഹം പാഠ് പഠ്തേ ഹെ എന്നുള്ളതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഹം പാഠ് പഠേംഗെ. 9ാമത്തെ ചോദ്യം, മോർപാൽ की पढ़ाई 8वीं कक्षा के बाद छूट जाता है. മോർപാലിന്റെ പഠനം 8ാം ക്ലാസ്സിന് ശേഷം അവസാനിക്കുന്നു. इस पर मिहिर बहुत दुखी है. ഈ കാരണത്താൽ മിഹിർ വളരെ ദുഃഖിതനാണ്. इसके आधार पर अपने मित्र के नाम मिहिर का पत्र तैयार करें. ഇതിനെ അടിസ്ഥാനമാക്കി തന്റെ കൂട്ടുകാരന്റെ പേരിൽ മിഹിർ എഴുതുന്നതായ കത്ത് തയ്യാറാക്കുക. ഉത്തരം, സ്ഥാൻ, താരീഖ്, സ്ഥലം, തീയതി. പ്രിയ മിത്ര, തും कैसे हो? मैं यहाँ कुशलता से हूँ. പ്രിയ കൂട്ടുകാരാ, നിനക്ക് സുഖമാണോ? എനിക്കിവിടെ സുഖമാണ്. പഠായി कैसे चल रही है? പഠനമൊക്കെ എങ്ങനെ പോകുന്നു? एक विशेष बात बताने के लिए आप एक पत्र लिखता हूँ. ഒരു പ്രത്യേക കാര്യം എഴുതുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. मेरी कक्षा में एक मित्र है, उसका नाम मोरपाल है. എന്റെ ക്ലാസ്സിൽ ഒരു കൂട്ടുകാരനുണ്ട്, അവന്റെ പേര് മോർപാൽ എന്നാണ്. സാരേ ദിൻ മോർപാൽ മേരെ ലിയേ ഛാഷ് ലാത്താ ഹെ. എല്ലാ ദിവസവും മോർപാൽ എനിക്ക് വേണ്ടി മോര് കൊണ്ടുവരുന്നു. ബദലെ മേ ഉസ്കോ രാജ്മാ ചാവൽ ദേത്താ ഹൂം. പകരമായി ഞാൻ അവന് രാജ്മാ ചാവൽ എന്ന ആഹാര സാധനം നൽകുന്നു. ആജ് മോർപാൽ ने मुझसे कहा कि वह कल से स्कूल नहीं आएगा. ഇന്ന് മോർപാൽ എന്നോട് പറഞ്ഞു നാളെ മുതൽ അവൻ സ്കൂളിൽ വരില്ല എന്ന്. मैं सुनकर स्तब्ध रह गया. ഞാനിത് കേട്ടപ്പോൾ സ്തംഭിച്ചുപോയി. वह गरीब है तो भी पढ़ने में होशियार है. അവൻ ദരിദ്രനാണെങ്കിലും പഠിക്കാൻ വളരെ മിടുക്കനാണ്. मुझे तो स्कूल जाना पसंद नहीं है. എനിക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. മോർപാൽ കൽസേ
अपने पिता के साथ खेत मजदूरी करने जाएगा. മോർപാൽ നാളെ മുതൽ തന്റെ അച്ഛനോടൊപ്പം കൃഷി ചെയ്യുന്നതിനായി പോകും. मैं മോർപാൽ की दोस्ती के कारण ही स्कूल जाता था. ഞാൻ മോർപാലുമായിട്ടുള്ള സൗഹൃദം കാരണമാണ് സ്കൂളിൽ പോകാറുണ്ടായിരുന്നത്. कल से मैं कैसे स्कूल जाऊं, നാളെ മുതൽ ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും. किससे दोस्ती करूं, ഞാൻ ആരോട് സൗഹൃദം സ്ഥാപിക്കും. मैं बहुत उदास हूं, ഞാൻ വളരെ ദുഃഖിതനാണ്. तुम्हारे पिताजी और माताजी को मेरा प्रणाम, നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ നമസ്കാരം. छोटे भाई को मेरा प्यार, ഇളയ സഹോദരന് എന്റെ സ്നേഹ അന്വേഷണം. जवाब की प्रतीक्षा में हस्ताक्षर मिहिर, മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സിഗ്നേച്ചർ മിഹിർ. സേവാ में नाम पता. പത്താമത്തെ ചോദ്യം സഹി മിലാൻ കരേം. ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മോർപാൽ, മിഹിർ, രൺവിജയ് കോ छोटू. വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ कीमती कपड़े खरीदता है, सबका दिल जीत लेता था, छाछ का डिब्बा लाता था, परीक्षा में डर लगता था. ഉത്തരം മോർപാൽ ഛാച്ച് കാ ഡിബ്ബ ലാത്താ ഥാ. മോർപാൽ മോര് പാത്രം കൊണ്ടുവന്നിരുന്നു. മിഹിർ കീമത്തി കപ്പടെ ഖരീദത്താ ഥാ. മിഹിർ വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നു. രൺവിജയ് കോ പരീക്ഷ മേ ഡർ ലഗ്താ ഥാ. രൺവിജയന് പരീക്ഷയ്ക്ക് ഭയം തോന്നിയിരുന്നു. ഛോട്ടു സബ്കാ ദിൽ ജീത് ലേത്താ ഥാ. ഛോട്ടു എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയിരുന്നു. 11ാമത്തെ ചോദ്യം कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ अपनी पसंद के स्कूल. ചോദ്യം मौका मिलता है, जाने का मौका मिलता है. ഇത് ഒരു രീതിയിൽ മാത്രമേ എഴുതാൻ കഴിയൂ. मौका मिलता है, जाने का मौका मिलता है. അവസരം ലഭിക്കുന്നു, പോകുന്നതിനുള്ള അവസരം ലഭിക്കുന്നു. സ്കൂൾ जाने का मौका मिलता है, സ്കൂളിൽ പോകുന്നതിനുള്ള അവസരം ലഭിക്കുന്നു. अपनी पसंद के स्कूल जाने का मौका मिलता है, തനിക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പോകുന്നതിനുള്ള അവസരം ലഭിക്കുന്നു. 8ാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 10 ചോദ്യങ്ങളാണുള്ളത്. 1ാമത്തെ ചോദ്യം മോർപാൽ സദാ സ്കൂൾ की യൂണിഫോം पहनता था क्यों. മോർപാൽ എപ്പോഴും സ്കൂളിലെ യൂണിഫോം ധരിച്ചിരുന്നു, എന്തുകൊണ്ട്. ഉത്തരം മോർപാൽ के पास एकमात्र कमीज पैंट का नया जोड़ा वह नीली खाकी യൂണിഫോം ही थी. മോർപാലിന്റെ അടുക്കൽ ആകെ ഉണ്ടായിരുന്ന പുതിയ ജോഡി പാന്റും ഷർട്ടും നീലയും കാക്കിയും നിറത്തിലുള്ള യൂണിഫോം തന്നെ ആയിരുന്നു. इसलिए वह सदा स्कूल की यूनिफॉर्म पहनता था. അതുകൊണ്ടാണ് അവൻ എപ്പോഴും ആ സ്കൂളിലെ യൂണിഫോം തന്നെ ധരിച്ചിരുന്നത്. 2ാമത്തെ ചോദ്യം ഛോട്ടു യാ കലാം കാ മിത്ര കോൻ ഹെ. ഛോട്ടുവിന്റെ അല്ലെങ്കിൽ കലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഛോട്ടുവിന്റെ കൂട്ടുകാരൻ ആരാണ്. ഉത്തരം ഛോട്ടു യാ കലാം കാ മിത്ര ഠാണി കെ റാണ കാ ബേട്ട രൺവിജയ് ഹെ. കലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഛോട്ടുവിന്റെ കൂട്ടുകാരൻ ഠാണിയിലെ റാണയുടെ മകനായ രൺവിജയ് ആണ്. 3ാമത്തെ ചോദ്യം വിദേശി ടൂറിസ്റ്റ് മേ വിശേഷണ ശബ്ദ കോൻസി ഹെ. വിദേശി ടൂറിസ്റ്റ് എന്നുള്ളതിലെ വിശേഷണ പദം ഏതാണ്. ഉത്തരം വിദേശി. 4ാമത്തെ ചോദ്യം കിസ്കോ മേ നിഹിത് സർവനാം ഓർ പ്രത്യയ അലഗ് കർക്കെ ലിഖേ. കിസ്കോ എന്നതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സർവനാമവും പ്രത്യയവും വേർതിരിച്ചെഴുതുക. ഉത്തരം കോൻ പ്ലസ് കോ, കിസ്കോ, കിസ്സെ. ഇങ്ങനെ 2 രീതിയിൽ എഴുതാം. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിസ്കോ എന്നും കിസ്സെ എന്നും. കോൻ സർവനാം, കോ പ്രത്യയ. 5ാമത്തെ ചോദ്യം മോർപാലിനെ പഠായി छोड़कर क्या किया. മോർപാൽ പഠനം ഉപേക്ഷിച്ച് എന്ത് ചെയ്തു. ഉത്തരം മോർപാലിനെ പഠായി छोड़कर अपने पिता के साथ खेती की. മോർപാൽ പഠിത്തം ഉപേക്ഷിച്ച് അച്ഛനോടൊപ്പം കൃഷി ചെയ്തു. 6ാമത്തെ ചോദ്യം രൺവിജയ് ഹിന്ദി ഭാഷൺ में प्रथम पुरस्कार पाता है कैसे. രൺവിജയ് ഹിന്ദി പ്രസംഗത്തിൽ 1ാം സ്ഥാനം നേടുന്നു, എങ്ങനെ. उत्तरम छोटू ने रणविजय के लिए एक अच्छा भाषण लिख दिया. छोटू रणविजय ने വേണ്ടി ഒരു നല്ല പ്രസംഗം എഴുതി കൊടുത്തു. इसलिए रणविजय हिंदी भाषण में प्रथम पुरस्कार पाता है. അതുകൊണ്ട് रणविजय ഹിന്ദി പ്രസംഗത്തിൽ 1ാം സ്ഥാനം നേടുന്നു. അടുത്ത ചോദ്യം 7 മോർപാൽ की पढ़ाई 8वीं कक्षा के बाद छूट जाता है. മോർപാലിന്റെ പഠനം 8ാം സ്റ്റാൻഡേർഡിന് ശേഷം അവസാനിക്കുന്നു. इस विषय पर मिहिर और मोरपाल की बातचीत पटकथा के रूप में लिखे. ഈ വിഷയത്തെ സംബന്ധിച്ച് മിഹിറും മോർപാലും തമ്മിലുള്ള സംഭാഷണം സ്ക്രിപ്റ്റിന്റെ രൂപത്തിൽ എഴുതുക. സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ഉത്തരം ദൃശ്യ 4, സീൻ 4, സ്ഥാൻ സ്കൂൾ കാ ആംഗൻ, സ്ഥലം സ്കൂളിന്റെ മുറ്റം, സമയ
दोपहर समय उच्च समय पात्र मिहिर और मोरपाल कथापात्रങ്ങൾ മിഹിറും മോർപാലും ലഘുവിവരണം मिहिर और मोरपाल खाना खा रहे हैं दोनों बहुत उदासीन हैं मिहिറും മോർപാലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടുപേരും വളരെ ദുഃഖിതരാണ് मिहिर तुम क्यों उदासीन हो നീ എന്താണ് ദുഃഖിച്ചിരിക്കുന്നത് बताओ मुझसे क्या बात है പറയൂ എന്താ കാര്യം मोरपाल तुमसे छिपाने को कुछ नहीं है कल से मैं स्कूल नहीं आऊंगा നിന്നോട് ഒളിക്കാൻ ഒന്നുമില്ല നാളെ മുതൽ ഞാൻ സ്കൂളിൽ വരില്ല मिहिर फिर तुम क्या करने जा रहे हो പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു मोरपाल कल से पिताजी को खेती में सहायता करने जाऊंगा നാളെ മുതൽ അച്ഛനെ കൃഷിയിൽ സഹായിക്കാൻ പോകും मिहिर तुमको स्कूल आना बहुत पसंद है ना നിനക്ക് സ്കൂളിൽ വരാൻ വലിയ ഇഷ്ടമല്ലേ मोरपाल पसंद है लेकिन मैं मजबूर हूं ഇഷ്ടമാണ് എന്നാൽ ഞാൻ നിസ്സഹായനാണ് मिहिर मुझे स्कूल आना पसंद नहीं है എനിക്ക് സ്കൂളിൽ വരാൻ ഇഷ്ടമില്ല कल से तुम भी नहीं हो तो നാളെ മുതൽ നീയും കൂടി ഇല്ല എങ്കിൽ मोरपाल कोई बात नहीं अच्छी तरह पढ़ो हम फिर मिलेंगे ഒരു കുഴപ്പമില്ല നന്നായി പഠിക്കൂ നമുക്ക് വീണ്ടും കാണാം मिहिर ठीक है मोरपाल ശരി मोरपाल എട്ടാമത്തെ ചോദ്യം अयाम कलाम सिनेमा के अंत में छोटू का सपना साकार होता है अयाम कलाम എന്ന സിനിമയിൽ छोटूന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു इसके बारे में छोटू रणविजय के नाम पर पत्र लिखता है ഇതിനെ സംബന്ധിച്ച് छोटू रणविजयന്റെ പേരിൽ കത്ത് എഴുതുന്നു छोटू का वह पत्र तैयार करें छोटूന്റെ ആ കത്ത് സങ്കല്പിച്ചെഴുതുക ഉത്തരം സ്ഥാൻ താരീഖ് സ്ഥലം തീയതി പ്രിയ മിത്ര പ്രിയ കൂട്ടുകാരാ तुम कैसे हो നിനക്ക് സുഖമാണോ मैं यहाँ कुशल हूँ എനിക്കിവിടെ സുഖമാണ് പഠായി कैसे चल रही है പഠനമൊക്കെ എങ്ങനെ പോകുന്നു परीक्षा की तैयारी में होंगे പരീക്ഷയുടെ തയ്യാറെടുപ്പിലായിരിക്കും एक खुशी की बात बताने के लिए पत्र लिखता हूँ ഒരു സന്തോഷകരമായ കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് आज मेरे लिए अविस्मरणीय दिन है ഇന്ന് എന്നെ സംബന്ധിച്ച് മറക്കാനാവാത്ത ഒരു ദിവസമാണ് വർഷോं से होने वाला मेरा सपना आज सफल हुआ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന എൻ്റെ ഒരു സ്വപ്നം ഇന്ന് സാക്ഷാത്കരിച്ചു मेरी इच्छा थी कि दिल्ली जाकर कलाम जी से मिलना എൻ്റെ ആഗ്രഹമായിരുന്നു ഡൽഹിയിൽ പോയി കലാമിനെ കാണുക എന്നുള്ളത് विदेशी टूरिस्ट लूसी मैडम ने मुझसे कहा था कि वे मुझे दिल्ली ले जाएंगे വിദേശി ടൂറിസ്റ്റ് ലൂസി മാഡം എന്നോട് പറഞ്ഞിരുന്നു അവർ എന്നെ ഡൽഹിയിൽ കൊണ്ടുപോകുമെന്ന് കലാം ജി से मिलने का अवसर भी देंगी കലാമിനെ കാണാനുള്ള അവസരവും നൽകും उस समय तक इंतजार करने की क्षमा मुझे नहीं थी അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്ക് ഉണ്ടായിരുന്നില്ല इसलिए मैं अकेला दिल्ली गया അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഡൽഹിയിൽ പോയി रास्ते में बहुत मुश्किलें हुई വഴിയിൽ ഒത്തിരിയധികം പ്രയാസങ്ങൾ ഉണ്ടായി കലാം ജി के नाम पर लिखी चिट्ठी मेरी जेब में थी കലാമിന്റെ പേരിൽ എഴുതിയിരുന്ന ആ ഒരു കത്ത് എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു വ കലാം ജി के हाथ में दी അത് ഞാൻ കലാം ജിയുടെ കയ്യിൽ കൊടുത്തു കലാം ജി के साथ खड़े होकर एक फोटो भी लिया കലാം ജിയോടൊപ്പം നിന്ന് ഒരു ഫോട്ടോയും എടുത്തു ഈ അനുഭവം വർണ്ണനാതീത് है ഈ എക്സ്പീരിയൻസ് വർണ്ണിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ് मैं दिल्ली में हूँ ഇപ്പൊ ഞാൻ ഡൽഹിയിലാണ് तुम्हारी माताजी और पिताजी को मेरा प्रणाम നിന്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ നമസ്കാരം छोटे भाई को मेरा प्यार ഇളയ സഹോദരന്റെ സ്നേഹ അന്വേഷണം तुम्हारी जवाब की प्रतीक्षा में हस्ताक्षर छोटू നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സിഗ്നേച്ചർ छोटू सेवा में नाम पता ഒൻപതാമത്തെ ചോദ്യം സഹി മിലാൻ കരേം ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ मोरपाल ने पहले कभी मोरपाल के घर से आया दरी पट्टी पर उनका सौदा था वलद भागत बड़ा सा छाछ का डिब्बा मिहिर को खेल घंटे में अदला बदली का राजमा देखा भी नहीं था बैठने की जगहें भी पास ही थी उत्तरम मोरपाल ने पहले कभी राजमा देखा भी नहीं था मोरपाल മുൻപൊരിക്കലും രാജ്മ കണ്ടിട്ടുകൂടി ഉണ്ടായിരുന്നില്ല മോർപാൽ के घर से आया बड़ा सा छाछ का डिब्बा मिहिर को മോർപാലിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായ വലിയ മോര് പാത്രം മിഹിറിന് दरी पट्टी पर उनकी बैठने की जगहें भी पास ही थी പരവതാനിയിൽ അവരുടെ ഇരിപ്പിടങ്ങളും അടുത്തടുത്ത് തന്നെയായിരുന്നു उनका सौदा था खेल घंटी में अदला बदली का അവരുടെ വ്യാപാരം ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് കൈമാറ്റം ചെയ്യുക എന്നുള്ളതായിരുന്നു
10ാമത്തെ ചോദ്യം ഇതാണ്. കോഷ്ടക് സെ ഉചിത് ശബ്ദ സഹി സ്ഥാൻ पर रहकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ സ്കൂൾ में गांव के. ചോദ്യം एक साथी था मेरा एक साथी था. രണ്ട് രീതിയിൽ എഴുതാം. ഒന്നാമത്തേത് एक साथी था, ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. मेरा एक साथी था, എനിക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. സ്കൂൾ में मेरा एक साथी था, സ്കൂളിൽ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. സ്കൂൾ में गांव के मेरा एक साथी था, സ്കൂളിൽ ഗ്രാമത്തിലുള്ള ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ മോഡൽ एक साथी था मेरा एक साथी था, गांव के मेरा एक साथी था, स्कूल में गांव के मेरा एक साथी था. 9ാമത്തെ വർക്ക്ഷീറ്റ്. ഇതിൽ 10 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, മോർപാൽ കിസി ഷാദി में भी स्कूल की യൂണിഫോം पहनकर जाता था क्यों? മോർപാൽ വിവാഹത്തിന് പോലും, ആരുടെയെങ്കിലും വിവാഹത്തിന് പോലും സ്കൂളിലെ യൂണിഫോം ധരിച്ചായിരുന്നു പോയിരുന്നത്. എന്തുകൊണ്ട്? ഉത്തരം, मोरपाल के पास एकमात्र कमीज पैंट का नया जोड़ा वह नीली खाकी യൂണിഫോം ही थी. മോർപാലിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന പുതിയ ജോഡി പാന്റും ഷർട്ടും എന്ന് പറയുന്നത് നീലയും ഖാക്കിയും നിറത്തിലുള്ള യൂണിഫോം മാത്രമായിരുന്നു. इसलिए वह शादी में भी स्कूल की യൂണിഫോം पहनकर जाता था. അതുകൊണ്ട് വിവാഹത്തിന് പോലും സ്കൂൾ യൂണിഫോം ധരിച്ചായിരുന്നു പോയിരുന്നത്. രണ്ടാമത്തെ ചോദ്യം, കിസ്നെ ഭാഷൺ പ്രതിയോഗിതാമേ രൺവിജയ്ക്ക് സഹായതാക്കി? ആരാണ് പ്രസംഗ മത്സരത്തിൽ രൺവിജയനെ സഹായിച്ചത്? ഉത്തരം, छोटू या कलाम ने भाषण प्रतियोगिता में रणविजय की सहायता की. छोटू ആണ് പ്രസംഗ മത്സരത്തിൽ രൺവിജയനെ സഹായിച്ചത്. മൂന്നാമത്തെ ചോദ്യം, छोटा आरोप में विशेषण शब्द कौन सी है? छोटा आरोप എന്നുള്ളതിലെ വിശേഷണ പദം ഏതാണ്? ഉത്തരം, छोटा. നാലാമത്തെ ചോദ്യം, जिने में निहित सर्वनाम और प्रत्यय अलग करके लिखें. जिने എന്നുള്ളതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സർവനാമവും പ്രത്യയവും വേർതിരിച്ച് എഴുതുക. ഉത്തരം, ജോ പ്ലസ് കോ ജിൻകോ ജിനെ. ജോ പ്ലസ് കോ എന്നുള്ളതിനെ ജിൻകോ എന്നും ജിനെ എന്നും നമുക്ക് എഴുതാവുന്നതാണ്. ജോ സർവനാം, കോ പ്രത്യയം. അഞ്ചാമത്തെ ചോദ്യം, അയാം കലാം നാമക് ഫിലിം കാ നായക് കോൻ ഹെ? അയാം കലാം എന്ന സിനിമയിലെ നായകൻ ആരാണ്? ഉത്തരം, അയാം കലാം നാമക് ഫിലിം കാ നായക് ഛോട്ടു ഹെ. അയാം കലാം എന്ന സിനിമയിലെ നായകൻ ഛോട്ടു ആണ്. ആറാമത്തെ ചോദ്യം, ഫിലിം കെ നായക് കി ഇച്ഛ ക്യാ ഹെ? സിനിമയിലെ നായകന്റെ ആഗ്രഹം എന്താണ്? उत्तरम स्कूल जाना और टीवी में देखे लंबे बालों वाले राष्ट्रपति कलाम सा बनना फिल्म के नायक की इच्छा है. സ്കൂളിൽ പോകുക എന്നുള്ളതും ടിവിയിൽ കാണുന്ന നീണ്ട തലമുടിയോടുകൂടിയ രാഷ്ട്രപതി കലാമിനെ പോലെ ആകുക എന്നുള്ളതുമാണ് ഫിലിമിലെ നായകന്റെ ആഗ്രഹം. ഏഴാമത്തെ ചോദ്യം, एक दिन रणविजय से स्कूल में भाषण देने के लिए कहा. ഒരു ദിവസം രൺവിജയനോട് സ്കൂളിൽ പ്രസംഗിക്കുന്നതിനായി പറഞ്ഞു. परेशान रणविजय और छोटू की बातचीत पटकथा के रूप में तैयार करें. പരിഭ്രാന്തനായ രൺവിജയും ഛോട്ടുവും തമ്മിലുള്ള സംഭാഷണം സ്ക്രിപ്റ്റിന്റെ രൂപത്തിൽ എഴുതുക. दृश्य 8 सीन 8 स्थान ठाणी की एक चाय की दुकान. സ്ഥലം ഠാണിയിലെ ഒരു ചായക്കട. समय शाम को 4 बजे. സമയം വൈകിട്ട് 4 മണി. പാത്ര ഛോട്ടു और रणविजय. കഥാപാത്രങ്ങൾ ഛോട്ടുവും रणविजയും. ലേഖവിവരണം, रणविजय बहुत उदास होता है. रणविजय വളരെ ദുഃഖിതനായി കാണുന്നു. छोटू उसके पास बैठता है. छोटू അവന്റെ അടുക്കൽ ഇരിക്കുന്നു. छोटू, तुम क्यों उदासीन हो? നീ എന്താണ് ദുഃഖിച്ചിരിക്കുന്നത്? रणविजय, मुझसे कल स्कूल में हिंदी में भाषण देने के लिए कहा है. എന്നോട് നാളെ സ്കൂളിൽ ഹിന്ദിയിൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. छोटू, वह अच्छी बात है ना? അത് നല്ല കാര്യമല്ലേ? रणविजय, बात यह है छोटू, मुझे हिंदी अच्छी तरह मालूम नहीं है. കാര്യം ഇതാണ് छोटू, എനിക്ക് ഹിന്ദി നന്നായി അറിയില്ല. छोटू, यही बात है ना, मैं तुम्हें सहायता करूंगा. അതാണ് കാര്യം, ഞാൻ നിന്നെ സഹായിക്കാം. रणविजय, बहुत बहुत धन्यवाद छोटू. വളരെ വളരെ നന്ദി छोटू. छोटू, तुम मेरा मित्र हो ना? रणविजय, നീ എന്റെ കൂട്ടുകാരനല്ലേ रणविजय? मुझसे धन्यवाद देने की आवश्यकता नहीं. എന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ല. रणविजय, ठीक है छोटू. ശരി छोटू. എട്ടാമത്തെ ചോദ്യം, रणविजय से उसके स्कूल में भाषण देने के लिए कहा. रणविजയനോട് അവന്റെ സ്കൂളിൽ പ്രസംഗിക്കുന്നതിനായി പറഞ്ഞു. वह परेशान हुआ. അവൻ പരിഭ്രാന്തനായി. लेकिन छोटू ने उसकी सहायता की. എന്നാൽ छोटू അവനെ സഹായിച്ചു. इसके बारे में मित्र के नाम रणविजय का पत्र तैयार करें. ഇതിനെ സംബന്ധിച്ച് തന്റെ കൂട്ടുകാരന്റെ പേരിൽ रणविजयന്റെ കത്ത് തയ്യാറാക്കുക. സ്ഥാൻ താരീഖ്, സ്ഥലം തീയതി.
പ്രിയ മിത്ര, തും കേസെ ഹോ, നിനക്ക് സുഖമാണോ? കുശൽ സെ ഹോ, സുഖമായിരിക്കുന്നല്ലോ. വഹാങ്ക മൗസം കേസാ ഹേ, അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെ? ठंड है या गरम, തണുപ്പാണോ ചൂടാണോ? एक विशेष बात बताने के लिए पत्र लिखता हूं, ഒരു പ്രത്യേക കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. ആജ് मेरे लिए खुशी का दिन है, ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിന്റെ ദിവസമാണ്. मुझे हिंदी भाषण में प्रथम पुरस्कार मिला, എനിക്ക് ഹിന്ദി പ്രസംഗത്തിലെ ഒന്നാം സ്ഥാനം കിട്ടി. मेरा दोस्त छोटू से मैं आभार हूं, എന്റെ കൂട്ടുകാരൻ छोटूവിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. पिछले दिन मेरे अध्यापक जी ने कहा कि कल हिंदी में भाषण देना है, കഴിഞ്ഞ ദിവസം എന്റെ അധ്യാപകൻ പറഞ്ഞു നാളെ ഹിന്ദിയിൽ പ്രസംഗിക്കണമെന്ന്. मैं परेशान हुआ, ഞാൻ പരിഭ്രാന്തനായി. क्योंकि मैं हिंदी नहीं जानता, കാരണം എനിക്ക് ഹിന്ദി അറിയില്ല. अब क्या करो, ഇനി എന്ത് ചെയ്യും? इसी चिंता से बहुत समय बीत गया, ഈ ചിന്തയാൽ വളരെ സമയം കഴിഞ്ഞു പോയി. इतने में मुझे छोटू की याद आई, അപ്പോഴാണ് എനിക്ക് छोटूവിനെ കുറിച്ച് ഓർമ്മ വന്നത്. वह अच्छी तरह हिंदी जानता है, അവന് നന്നായിട്ട് ഹിന്ദി അറിയാം. मैंने जल्दी उसके पास जाकर मेरा हाल बताया, ഞാൻ വേഗം അവന്റെ അടുക്കൽ ചെന്ന് എന്റെ അവസ്ഥ പറഞ്ഞു. उसने मुझे आश्वासन दिया, അവൻ എന്നെ ആശ്വസിപ്പിച്ചു. हिंदी में एक अच्छा भाषण भी लिख दिया, ഹിന്ദിയിൽ ഒരു നല്ല പ്രസംഗം എഴുതി തന്നു. मैंने ये भाषण पढ़कर प्रस्तुत किया, ഞാൻ ഈ പ്രസംഗം പഠിച്ച് അവതരിപ്പിച്ചു. मेरा भाषण सुनकर वहां बैठे सब ने तालियां बजाए, എന്റെ പ്രസംഗം കേട്ട് അവിടെ ഇരുന്ന എല്ലാവരും കൈകൊട്ടി. मैंने मुख्य अतिथि से हिंदी भाषण का प्रथम पुरस्कार स्वीकार किया, ഞാൻ ചീഫ് ഗസ്റ്റിൽ നിന്ന് ഹിന്ദി പ്രസംഗത്തിനുള്ള ഒന്നാം സ്ഥാന സമ്മാനം സ്വീകരിച്ചു. तुम्हारे पिताजी और माताजी को मेरा प्रणाम, നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ നമസ്കാരം. छोटे भाई को मेरा प्यार, ഇളയ സഹോദരൻ എന്റെ സ്നേഹ അന്വേഷണം. ജവാബ് की प्रतीक्षा में हस्ताक्षर रणविजय, മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സിഗ്നേച്ചർ रणविजय. സേവാ में नाम पता. ഒൻപതാമത്തെ ചോദ്യം സഹി മിലാൻ കരയും. ഇടതുവശത്ത് बिना छलकाए तेज बारिश के दिनों में ठाणे में काम करने वाले छोटू विदेशी भाषा. वलदवशत स्कूल में छुट्टी होती थी, जल्दी सीख लेता है, छाछ कैसे लाएगा, बच्चों को छोटू कहकर बुलाते हैं. उत्तरम बिना छलकाए छाछ कैसे लाएगा, തുളുമ്പാതെ മോര് എങ്ങനെ കൊണ്ടുവരും. तेज बारिश के दिनों में स्कूल में छुट्टी होती थी, ശക്തമായ മഴയുള്ള ദിവസങ്ങളിൽ സ്കൂളിന് അവധിയായിരുന്നു. ठाणे में काम करने वाले बच्चों को छोटू कहकर बुलाते हैं, ഠാണയിൽ ജോലി ചെയ്യുന്ന ആളുകൾ കുട്ടികളെ छोटू എന്ന് വിളിക്കുന്നു. छोटू विदेशी भाषा जल्दी सीख लेता है, छोटू विदेशी भाषा വേഗം പഠിക്കുന്നു. പത്താമത്തെ ചോദ്യം कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ब्रैकेटिൽ स्कूल में रणविजय को. ചോദ്യം डर दिखाता है, परीक्षा का डर दिखाता है. രണ്ട് മോഡലിൽ ഉത്തരം എഴുതാം. डर दिखाता है, परीक्षा का डर दिखाता है, ഭയപ്പെടുത്തുന്നു, പരീക്ഷ എന്ന പേരിൽ ഭയപ്പെടുത്തുന്നു. സ്കൂൾ में परीक्षा का डर दिखाता है, സ്കൂളിൽ പരീക്ഷയുടെ പേരിൽ ഭയപ്പെടുത്തുന്നു. स्कूल में रणविजय को परीक्षा का डर दिखाता है, സ്കൂളിൽ रणविजयനെ പരീക്ഷയുടെ പേരിൽ ഭയപ്പെടുത്തുന്നു. രണ്ടാമത്തെ മോഡൽ डर दिखाता है, परीक्षा का डर दिखाता है, रणविजय को परीक्षा का डर दिखाता है, स्कूल में रणविजय को परीक्षा का डर दिखाता है. പത്താമത്തെ വർക്ക്ഷീറ്റ്, അതിൽ ആകെ 10 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം മോർപാൽ കേസ് സ്കൂൾ ആത്താ था, മോർപാൽ എങ്ങനെയാണ് സ്കൂളിൽ വന്നിരുന്നത്. ഉത്തരം മോർപാൽ സൈക്കിൾ ചലാക്കർ സ്കൂൾ ആത്താ था, മോർപാൽ സൈക്കിൾ ഓടിച്ചാണ് സ്കൂളിൽ വന്നിരുന്നത്. രണ്ടാമത്തെ ചോദ്യം छोटूने किससे घुड़सवारी सीखी, छोटू ആരിൽ നിന്ന് കുതിരസവാരി പഠിച്ചു. ഉത്തരം छोटूने रणविजय से घुड़सवारी सीखी, छोटू रणविजയിൽ നിന്ന് കുതിരസവാരി പഠിച്ചു. മൂന്നാമത്തെ ചോദ്യം അസ്ലി വസ്തു में विशेषण शब्द कौन सी है, അസ്ലി വസ്തു എന്നുള്ളതിൽ വിശേഷണ ശബ്ദം എന്താണ്. ഉത്തരം അസ്ലി. നാലാമത്തെ ചോദ്യം മേരെ में निहित सर्वनाम और प्रत्यय अलग करके लिखें, മേരെ എന്നുള്ളതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സർവനാമവും പ്രത്യയവും വേർതിരിച്ചെഴുതുക. ഉത്തരം മേ പ്ലസ് കെ മേരെ, മേ സർവനാം കെ പ്രത്യയ. അഞ്ചാമത്തെ ചോദ്യം ലേഖക് और മോർപാൽ के अंग्रेजी मास्टर कौन है, ലേഖകന്റെയും മോർപാലിന്റെയും ഇംഗ്ലീഷ് അധ്യാപകൻ ആരാണ്. ഉത്തരം തിവാരി ജി ലേഖക് और മോർപാൽ के अंग्रेजी मास्टर हैं, തിവാരി ജി ആണ് ലേഖകന്റെയും മോർപാലിന്റെയും ഇംഗ്ലീഷ് അധ്യാപകൻ. ആറാമത്തെ ചോദ്യം छोटू या कलाम और रणविजय पर कैसे दोस्ती हो जाती है, छोटूവും रणविजയും തമ്മിൽ
എങ്ങനെയാണ് സൗഹൃദം ഉണ്ടായത്? ഉത്തരം, कलाम और रणविजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ना सिखाने के लेन देन को लेकर दोस्ती हो जाती है. കലാമും അല്ലെങ്കിൽ ഛോട്ടും രൺവിജയും തമ്മിൽ ഒരാൾ മറ്റൊരാളെ കുതിരസവാരി പഠിപ്പിക്കാമെന്നും ഒരാൾ മറ്റൊരാളെ മല കയറാൻ പഠിപ്പിക്കാമെന്നും ഉള്ളതായ കൊടുക്കൽ വാങ്ങലിന്റെ പേരിലാണ് സൗഹൃദം ഉണ്ടായത്. കലാം രൺവിജയനെ മരം കയറ്റം പഠിപ്പിക്കാമെന്നും രൺവിജയ് കലാമിനെ കുതിരസവാരി പഠിപ്പിക്കാമെന്നുള്ളതായ വാക്കിൽ. ഏഴാമത്തെ ചോദ്യം, റാണा के कारिंदों ने छोटू पर चोरी का आरोप लगाने पर भी छोटू ने उसका सहन किया. റാണയുടെ ഉദ്യോഗസ്ഥർ ഛോട്ടുവിന്റെ മേൽ മോഷണ കുറ്റം ആരോപിച്ചപ്പോഴും ഛോട്ടു അതെല്ലാം സഹിച്ചു. എന്തുകൊണ്ട്? उत्तरम, छोटू से रणविजय की दोस्ती के कारण रणविजय को दंड मिलेगा, इसी डर के कारण छोटू ने रणविजय की दोस्ती के बारे में राणा के कारिंदों से नहीं बताया. ഛോട്ടുവുമായുള്ള രൺവിജയന്റെ സൗഹൃദം കാരണം രൺവിജയന് ശിക്ഷ ലഭിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് ഛോട്ടു രൺവിജയുമായിട്ടുള്ള സൗഹൃദത്തെ സംബന്ധിച്ച് റാണയുടെ ഉദ്യോഗസ്ഥരോട് പറയാതിരുന്നത്. ഇത് മാത്രമല്ല, छोटू रणविजय की दोस्ती छूटना नहीं चाहता. छोटू रणविजयुമായിട്ടുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. इसलिए राणा के कारिंदों ने छोटू पर चोरी का आरोप लगाने पर भी छोटू ने उसका सहन किया. അതുകൊണ്ടാണ് റാണയുടെ ഉദ്യോഗസ്ഥർ ഛോട്ടുവിന്റെ മേൽ മോഷണ കുറ്റം ആരോപിച്ചപ്പോൾ പോലും ഛോട്ടു അതെല്ലാം സഹിച്ചത്. എട്ടാമത്തെ ചോദ്യം, റാണा के कारिंदों ने छोटू पर चोरी का आरोप लगाया. റാണയുടെ ഉദ്യോഗസ്ഥർ ഛോട്ടുവിന്റെ മേൽ മോഷണ കുറ്റം ആരോപിച്ചു. छोटू बहुत दुखी हुआ. छोटू വളരെ ദുഃഖിതനായി. इस घटना के आधार पर अपने दूसरे मित्र के नाम छोटू का पत्र तैयार करें. ഈ സംഭവത്തെ സംബന്ധിച്ച് തന്റെ മറ്റൊരു കൂട്ടുകാരന്റെ പേരിൽ ഛോട്ടു എഴുതുന്നതായ കത്ത് സങ്കല്പിച്ചെഴുതുക. ഉത്തരം, സ്ഥാൻ, താരീഖ്, സ്ഥലം, തീയതി. പ്രിയ മിത്ര, തും कैसे हो, पढ़ाई कैसे चल रही है? പ്രിയ കൂട്ടുകാരാ, നിനക്ക് സുഖമാണോ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? तुमको एक दुखी बात बताने के लिए पत्र लिखता हूं. നിന്നോട് ഒരു സങ്കടകരമായ കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. ആജ് ഠാണി കെ റാണ കെ കാരിന്ദേ മേരെ ഘർ മേ ആയി. ഇന്ന് ഠാണിയിലെ റാണയുടെ ഉദ്യോഗസ്ഥർ എന്റെ വീട്ടിൽ വന്നു. യഹാ തലാശി ലേനെ പർ ഉൻകോ കുംവർ രൺവിജയ് കി ചീസേ മിലി. ഇവിടെ സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് രൺവിജയ രാജകുമാരന്റെ ചില വസ്തുക്കൾ കിട്ടി. ഈ ചീസ് മേരെ ലിയേ രൺവിജയനെ ഹി ദീ थी. ഈ വസ്തുക്കളെല്ലാം എനിക്ക് വേണ്ടി രൺവിജയ് തന്നതായിരുന്നു. लेकिन राणा के कारिंदों ने मुझ पर चोरी का आरोप लगाया. എന്നാൽ റാണയുടെ ഉദ്യോഗസ്ഥർ എന്റെ മേൽ മോഷണ കുറ്റം ആരോപിച്ചു. मुझे उनसे दंड मिला. എനിക്ക് അവരിൽ നിന്ന് ശിക്ഷ കിട്ടി. मैंने नहीं बताया कि ये चीजें रणविजय ने मुझे दी हैं. ഞാൻ അവരോട് പറഞ്ഞില്ല ഇവയെല്ലാം രൺവിജയ് എനിക്ക് തന്നതാണ് എന്ന്. ये बताएं तो रणविजय को मेरी दोस्ती के नाम पर दंड मिलेगा. ഇത് ഞാൻ പറഞ്ഞാൽ രൺവിജയന് ഞാനുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ ശിക്ഷ കിട്ടും. इसलिए मैं चुपके से दंड स्वीकार किया. അതുകൊണ്ട് ഞാൻ ഒന്നുമിണ്ടാതെ ശിക്ഷ സ്വീകരിച്ചു. मैं रणविजय की दोस्ती छूटना नहीं चाहता. ഞാൻ രൺവിജയുമായിട്ടുള്ള സൗഹൃദം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. तुम्हारी माताजी और पिताजी को मेरा प्रणाम. നിന്റെ അമ്മയ്ക്കും അച്ഛനും എന്റെ നമസ്കാരം. छोटी बहन को मेरा प्यार. ഇളയ സഹോദരിക്ക് എന്റെ സ്നേഹ അന്വേഷണം. तुम्हारी जवाब की प्रतीक्षा में हस्ताक्षर छोटू. നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സിഗ്നേച്ചർ छोटू. सेवा में नाम पता. ഒൻപതാമത്തെ ചോദ്യം, സഹി മിലാൻ കരേൻ. ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ रणविजय भाषण में छोटू का सपना, रणविजय ने छोटू को फिल्म में हमारे नायक का. वलदवशत असल नाम कलाम नहीं है, प्रथम पुरस्कार पाता है, कलाम के जैसे बनना है, घुड़सवारी सिखाई. उत्तरम, रणविजय भाषण में प्रथम पुरस्कार पाता है. रणविजय പ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നു. छोटू का सपना कलाम के जैसे बनना है. छोटूന്റെ സ്വപ്നം കലാമിനെ പോലെ ആകുക എന്നുള്ളതാണ്. रणविजय ने छोटू को घुड़सवारी सिखाई. रणविजय छोटूനെ കുതിരസവാരി പഠിപ്പിച്ചു. फिल्म में हमारे नायक का असल नाम कलाम नहीं है. ഫിലിമിൽ നമ്മുടെ നായകന്റെ യഥാർത്ഥ പേര് കലാം എന്നല്ല. പത്താമത്തെ ചോദ്യം, कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ब्रैकेटिൽ पसंद के छोटू को. ചോദ്യം, मौका मिलता है, स्कूल जाने का मौका मिलता है. രണ്ടും രീതിയിൽ ഉത്തരം എഴുതാം. ഒന്നാമത്തെ മോഡൽ മൗക്ക മിൽത്താ ഹെ, അവസരം ലഭിക്കുന്നു.
സ്കൂൾ ജാനെ കാ മൗക്ക മിൽത്താ ഹെ, സ്കൂളിൽ പോകാനുള്ള അവസരം ലഭിക്കുന്നു. ഛോട്ടു കോ സ്കൂൾ ജാനെ കാ മൗക്ക മിൽത്താ ഹെ, ഛോട്ടുവിന് സ്കൂളിൽ പോകാനുള്ള അവസരം ലഭിക്കുന്നു. ഛോട്ടു കോ പസന്ദ് കെ സ്കൂൾ ജാനെ കാ മൗക്ക മിൽത്താ ഹെ, ഛോട്ടുവിന് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പോകാനുള്ള അവസരം ലഭിക്കുന്നു. രണ്ടാമത്തെ മോഡൽ മൗക്ക മിൽത്താ ഹെ സ്കൂൾ ജാനെ കാ മൗക്ക മിൽത്താ ഹെ, പസന്ദ് കെ സ്കൂൾ ജാനെ കാ മൗക്ക മിൽത്താ ഹെ, ഛോട്ടു കോ പസന്ദ് കെ സ്കൂൾ ജാനെ കാ മൗക്ക മിൽത്താ ഹെ. ഇത്രയുമാണ് നമ്മൾ അയാം കലാം കെ ബഹാനെ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ളതായ വർക്ക്ഷീറ്റുകളും ഉത്തരങ്ങളുമായി കണ്ടത്. വിശദമായ രീതിയിൽ കൊടുത്തിരിക്കുന്നതായ ഈ 10 വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളും തീർച്ചയായും പ്രയോജനപ്പെടുത്തുക. ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിരന്തരമായി കാണുക. പുതിയ ഇനി പഠിപ്പിക്കാനുള്ളതായ പുതിയ പാഠങ്ങളുടെ വർക്ക്ഷീറ്റുകളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കൂട്ടുകാരെയും ഈ യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തുക. ധന്യവാദം.